Hello all. Simplification part 1, part 2 വീഡിയോസിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് സ്ക്വയർസും സ്ക്വയർ റൂട്ട്സും ക്യൂബ്സും ക്യൂബ് റൂട്ട്സും എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്ക്വയർസ് പഠിക്കാം. സ്ക്വയർസ് നമ്മൾ രണ്ട് മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഒരു മെത്തേഡ് ബേസ് മെത്തേഡാണ്. അത് നിങ്ങൾക്ക് എല്ലാ തരം നമ്പേഴ്സിനും, അതായത് 2 ഡിജിറ്റിനും 3 ഡിജിറ്റിനും 4 ഡിജിറ്റിനും എല്ലാം അപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തെ മെത്തേഡ് അപ് ടു 99 വരെയുള്ള നമ്പേഴ്സിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. നമുക്ക് ആദ്യം അത് നോക്കാം. അപ് ടു 99 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർസ് എങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ ഒരു നമ്പറിൻ്റെ, അതായത് 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ കാണുന്നുണ്ടെങ്കിൽ അതിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെയും 10ൻ്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെയും സ്ക്വയർ, ആ ഒരു ഡിജിറ്റ്സിൻ്റെ സ്ക്വയർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ആ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ക്രമത്തിൽ എഴുതി ആഡ് ചെയ്താൽ നമുക്ക് സ്ക്വയർ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം 16ൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, 256 ആണ്. ഞാൻ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1ൻ്റെ സ്ക്വയർ അറിയണം, അത് 1 ആണ്. 6ൻ്റെ സ്ക്വയർ അറിയാം, അത് 36 ആണ്. 1 × 6 ഞാൻ പറഞ്ഞത് ഈ ഡിജിറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 1 × 6 ചെയ്ത് അതിൻ്റെ ഡബിൾ എടുക്കണം, 12. ഈ നമ്പേഴ്സിനെയൊക്കെ ഏത് ക്രമത്തിൽ ആഡ് ചെയ്താലാണ് നമുക്ക് 256 കിട്ടുന്നതെന്ന് നോക്കാം. ഈ ഒരു ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 99 വരെ എല്ലാ നമ്പേഴ്സിനും ഈ ഒരു ക്രമം തന്നെയാണ് ബാധകം. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ടെൻസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ ആദ്യം എഴുതുക. അതിനുശേഷം വൺസിൻ്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക. ഇതിൻ്റെ താഴെയായിട്ട് ഈ 12 എഴുതി ആഡ് ചെയ്യണം. ഈ 12 എഴുതി ആഡ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ലാസ്റ്റ് പ്ലേസ് ലീവ് ചെയ്തിട്ട് വേണം 12 എഴുതാൻ. അതായത് ഈ 6ൻ്റെ താഴെ കൊണ്ട് എഴുതരുത്. ആ ഒരു പ്ലേസ് എപ്പോഴും നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കണം. അതിൻ്റെ താഴെ 12 എഴുതുക. അപ്പം നമുക്ക് 256 കിട്ടും. ഈ ഒരു ക്രമം തന്നെയാണ് 99 വരെയുള്ള നമ്പേഴ്സിനും ഈ ഒരു ക്രമം തന്നെയാണുള്ളത്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, പ്രോഡക്റ്റ് എഴുതി ആഡ് ചെയ്യുമ്പോൾ, അതായത് ഈ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഡബിൾ ചെയ്തിട്ടുള്ള ആ പ്രോഡക്റ്റ് എഴുതുന്ന സമയത്ത് ലാസ്റ്റ് പ്ലേസ് ലീവ് ചെയ്തേക്കണം. അതേപോലെ തന്നെ വൺസിൻ്റെ പ്ലേസിൻ്റെ നമ്പറിൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ, ഇവിടെ 6ൻ്റെ സ്ക്വയർ നമ്മൾ 36 എഴുതിയില്ലേ, വൺസിൻ്റെ പ്ലേസിൽ 0, 1, 2, 3 ഈ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയറിൽ ശരിക്കും ഒറ്റ ഡിജിറ്റ് ആണ്. അതപ്പം 0യുടെ സ്ക്വയർ 0, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9 ആണല്ലോ. ഈ നമ്പേഴ്സിനെ മാത്രം എഴുതുമ്പോൾ നമ്മളൊരു 0യും കൂടെ കൊടുത്ത് അതിനെ 2 ഡിജിറ്റ് ആക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 31ൻ്റെ സ്ക്വയർ കാണുമെന്ന് വിചാരിക്കുക. 31ൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമ്മൾ ആദ്യം 3ൻ്റെ സ്ക്വയർ എഴുതി, പിന്നെ 1ൻ്റെ സ്ക്വയർ 1 എന്നങ്ങ് എഴുതരുത്, 0, 1 എന്ന് വേണം എഴുതാൻ. പിന്നെ ഇതിൻ്റെ താഴെ എഴുതി ആഡ് ചെയ്യുന്നത് 3 × 1 × 2, 3 × 1 3, 3 × 2 6. ആ 6നെ നമ്മൾ ഒരു പ്ലേസ് വിട്ടിട്ട് ഇവിടെ എഴുതി ആഡ് ചെയ്യണം. ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. ഇത് അപ് ടു 99 വരെയും സെയിം റൂളിൽ തന്നെ നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയർസ് കാണാൻ പറ്റും. നമുക്ക് 1-2 എക്സാമ്പിൾസും കൂടെ നോക്കാം. 47ൻ്റെ സ്ക്വയർ കാണുമെന്ന് വിചാരിക്കാം. 47ൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ ആദ്യം 4ൻ്റെ സ്ക്വയർ എഴുതി, പിന്നെ 7ൻ്റെ സ്ക്വയർ എഴുതുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, 7 × 4 28, അതിൻ്റെ ഡബിൾ 56. അതിന് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, ലാസ്റ്റ് പ്ലേസ് വിട്ടിട്ട് എഴുതണം. 56നെ ഇങ്ങനെ എഴുതാം, 2209 എന്ന് കിട്ടും. 47ൻ്റെ സ്ക്വയർ 2209. വേറൊരു നമ്പർ നോക്കാം. 82ൻ്റെ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അവിടെ 8ൻ്റെ സ്ക്വയർ എഴുതി, 2ൻ്റെ സ്ക്വയറിനെ 0, 4 എന്ന് എഴുതുക. പിന്നെ 8 × 16, 16 × 32നെ ഒരു പ്ലേസ് വിട്ടിട്ട് എഴുതി ആഡ് ചെയ്യുക. 6724. ഇങ്ങനെ നമുക്ക് എല്ലാ നമ്പേഴ്സും 2 ഡിജിറ്റ് നമ്പേഴ്സ് എല്ലാം ചെയ്യാൻ പറ്റും. 2 ഡിജിറ്റിലെ ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാം മനക്കണക്കായിട്ട് കിട്ടുന്ന നമ്പേഴ്സാണ്. ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ 90, ഏറ്റവും വലിയ നമ്പറായ 99ൻ്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. അവിടെ എല്ലാം നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ കിട്ടും. 99, 81, 81 × 2 162 ആണ്. ഒരു പ്ലേസ് വിട്ടിട്ട് ഇങ്ങനെ വേണം 162 എഴുതാൻ. അതായത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ വേണം എഴുതാൻ. ബാക്കിയൊക്കെ നമുക്ക് സെയിം പാറ്റേണിൽ തന്നെ വരുന്നത്. ഒരു പ്ലേസ് വിട്ടിട്ട് മാത്രം എഴുതാൻ ശ്രദ്ധിച്ചാൽ മതി. 9801 എന്ന് കിട്ടി. ഓക്കെ, നമ്മളിപ്പോൾ അപ് ടു 99 വരെയുള്ള സ്ക്വയർ കാണുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയർസ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയർസ് എന്ന് പറയുന്നത് നമ്മളൊരു ബേസ് മെത്തേഡിലാണ് പഠിക്കുന്നത്. ആ മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ എത്ര ഡിജിറ്റ് ആണെങ്കിലും നമുക്ക് അതേ മെത്തേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 99 വരെ നമ്മളൊരു മെത്തേഡ് പഠിച്ചത് കൊണ്ടാണ് ഞാൻ 101 തൊട്ടുള്ള നമ്പേഴ്സിന് വേണ്ടിയിട്ട് ഈ മെത്തേഡ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് 2 ഡിജിറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് 213ൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടതെന്ന് വിചാരിക്കാം. 213ൻ്റെ സ്ക്വയർ ഇത് ചെയ്യുന്നതിന് ആദ്യം നിങ്ങൾ ഇതിൻ്റെ നിയറസ്റ്റ് 100നെ ബേസ് ആയിട്ട് എടുക്കുക. 213ൻ്റെ നിയറസ്റ്റ് 100 എത്രയാണ്, 200 അല്ലേ.
200 ആണ് 213ന്റെ നിയറസ്റ്റ് 100. ഈ ഗിവൺ നമ്പറും ഈ ബേസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. 213ൽ നിന്ന് 13 കുറയ്ക്കുമ്പോഴാണല്ലോ ഈ ബേസ് ആയിട്ടുള്ള 200 കിട്ടുന്നത്. അതായത് 213 മൈനസ് 13 ആണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള 200. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഡിഫറൻസിനെ 213ന്റെ കൂടെ ആഡ് ചെയ്യാം. 213ന്റെ കൂടെ 13 ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെ കിട്ടത്തില്ലേ? 226. ആ നമ്പറിനെ ഈ ബേസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയത്? ഇത് നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ കിട്ടും. 45 200. അതിന്റെ കൂടെ നമ്മുടെ ഈ ഡിഫറൻസ് എടുത്ത നമ്പർ ഉണ്ടല്ലോ, എന്താണോ ആ ഗിവൺ നമ്പറും ബേസും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യാം. അതായത് 169. 13ന്റെ സ്ക്വയർ ഞാൻ ഓൾറെഡി പറഞ്ഞു. 30 വരെയുള്ള സ്ക്വയർസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് 213ന്റെ സ്ക്വയർ എത്രയാണെന്ന് കിട്ടി? 45,360. മറ്റൊരു എക്സാമ്പിൾ നോക്കുക. 396ന്റെ സ്ക്വയർ കാണുമെന്ന് വിചാരിക്കുക. 396ന്റെ സ്ക്വയർ. 396ന്റെ നിയറസ്റ്റ് 100 എന്ന് പറഞ്ഞാൽ 300 അല്ല 400 ആണ് അല്ലേ? അപ്പൊ 400ൽ നിന്നും 396ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 400 കിട്ടുന്നത്. അതായത് ബേസ് കിട്ടാൻ വേണ്ടി ഇതിന്റെ കൂടെ 4 കൂട്ടുകയാണ് ചെയ്യുന്നത്. 396ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 400 കിട്ടുന്നത്. അപ്പൊ നമ്മൾ സെയിം നമ്പർ ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ കുറയ്ക്കണം. നമ്മൾ നേരത്തെ കേസിൽ കുറയ്ക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ആ ഗിവൺ നമ്പറിന്റെ കൂടെ 13 കൂട്ടി. ഇതിനകത്താണെങ്കിൽ 396നോട് 4 കൂട്ടുമ്പോഴാണ് 400 കിട്ടുന്നത്. അപ്പൊ നമ്മൾ 396ൽ നിന്ന് 4 കുറയ്ക്കണം. അതായത് 392. ഈ 392നെ വേണം 400 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. 392 × 400 എത്ര കിട്ടും? 36 15 15 1,56,800 കിട്ടും. ഇതിന്റെ കൂടെ നമ്മൾ ഈ ഡിഫറൻസ് കിട്ടേണ്ട നമ്പർ ഉണ്ടല്ലോ, 4ന്റെ സ്ക്വയർ 16 ആഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആൻസർ 15 68 16. ഇതാണ് നമ്മുടെ ആൻസർ. 396ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1,56,816. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ കിട്ടും. ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ബേസുമായിട്ടുള്ള ഡിഫറൻസ് ആദ്യം നോക്കുക. 396ഉം ബേസ് 400 ആണ്. 396നോട് 4 കൂട്ടുമ്പോഴാണ് 400 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 4 396ൽ നിന്ന് കുറയ്ക്കണം. അതായത് 396ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 392 കിട്ടി. അതേ ഇൻറ്റു ബേസ് ചെയ്തു. ആ ബേസുമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷന്റെ പ്രോഡക്റ്റ് ആണ് ഇത്, 1,56,800. അതിനോടൊപ്പം നമ്മൾ ഈ ഡിഫറൻസ് ആയിട്ടുള്ള നമ്പർ ബേസും ഈ ഗിവൺ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 16 4ന്റെ സ്ക്വയർ 16 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ഇപ്പൊ 221ന്റെ സ്ക്വയർ കാണാന്ന് വിചാരിക്കുക. 221ന്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് നിയറസ്റ്റ് 100 എന്ന് പറയുന്നത് 200 ആണ്. 200നോട് ബേസും പിന്നെ 221 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 221ൽ നിന്ന് 21 കുറയ്ക്കുമ്പോഴാണ് -21 ചെയ്യുമ്പോഴാണ് നമുക്ക് 200 കിട്ടുന്നത് അല്ലേ? 221ൽ നിന്ന് 21 കുറവാണ് 200. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗിവൺ നമ്പറിനോട് കൂടി ആ ഡിഫറൻസ് ആഡ് ചെയ്യുക. അതായത് 221നോട് 21 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 242 എന്ന് കിട്ടും. 242 × 200 ചെയ്യാം. 242 × 200 ചെയ്യുമ്പോഴത്തേക്കും 48,400 കിട്ടും. 48,400നോടൊപ്പം 21ന്റെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കുക. 21ന്റെ സ്ക്വയർ 441 ആണ്. അത് ആഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആൻസർ 48,841. അപ്പൊ ഇതാണ് നമ്മുടെ ബേസ് മെത്തേഡ്. ഏത് നമ്പേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ നമുക്ക് 156ന്റെ സ്ക്വയർ കാണണമെന്ന് വിചാരിക്കുക. 156ന്റെ സ്ക്വയർ കാണണമെങ്കിൽ നിങ്ങൾ 100 ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ 100 + 56 നിർത്താൻ നിങ്ങൾ 56ന്റെ സ്ക്വയർ അറിഞ്ഞിരിക്കണം. അതല്ല നിങ്ങൾ 200 ആണ് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 200 - 56 44ന്റെ സ്ക്വയർ അറിഞ്ഞിരിക്കണം. അത് രണ്ടും നമുക്ക് അറിഞ്ഞൂടല്ലോ. 56ന്റെ സ്ക്വയറും അറിയത്തില്ല, 44ന്റെ സ്ക്വയറും അറിയത്തില്ല. അപ്പൊ നമുക്ക് നിയറസ്റ്റ് 100 ഇവിടെ ബേസ് ആയിട്ട് എടുത്താൽ നമുക്ക് ആ കാൽക്കുലേഷൻ അത്ര ഈസി ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 150 ബേസ് ആയിട്ട് എടുക്കണം. 150 + 6 എന്ന് എടുക്കുക. 150 + 6 ആണല്ലോ 156. അപ്പൊ നമ്മുടെ ബേസ് 150 ആണ്. 156ൽ നിന്നും 150 കിട്ടണമെങ്കിൽ എന്താ ചെയ്യുന്നത്? -6 ചെയ്യുമ്പോഴാണ് 150 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 6 കൂട്ടി കൊടുക്കുക. ഈ 156ൽ നിന്ന് ബേസ് കിട്ടാൻ വേണ്ടി 6 കുറയ്ക്കുകയാണെങ്കിൽ 6 156നോട് കൂട്ടുക. അതായത് 162 × 150 ബേസ് ചെയ്യുക. 162 × 150. അപ്പൊ നമുക്ക് 162 × 150 ചെയ്യണം. 160 × 150 ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ 15 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫാസ്റ്റർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. 162 × 15 ചെയ്യുന്നതിന് 162 × 10 + 162 × 5 ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ചെയ്യുക. അതായത് 1620ന്റെ കൂടെ അതിന്റെ പകുതി ആഡ് ചെയ്യുക. അതായത്
10 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 16 × 24 2430 കിട്ടും. ഇത് 15 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. 150 ആകുമ്പോഴത്തേക്ക് ഒരു സീറോയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? 24300 കിട്ടി. ഇതിനോടൊപ്പം 6ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 36 24336 കിട്ടും. അപ്പം 156ന്റെ സ്ക്വയർ എത്രയാണ്? 24336. ഇവിടെ ഞാൻ ചെയ്യുന്ന ഈ 36 ആഡ് ചെയ്യുന്നതും 15 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നിങ്ങൾ മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രെയിനിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ ഒക്കെ മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ക്വയർസ് ഒക്കെ വിത്തിൻ സെക്കൻഡ്സിലൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡ് ചെയ്യുന്ന സമയം തന്നെ എടുക്കും. അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ സ്ക്വയർസിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇത് 3 ഡിജിറ്റിന് മാത്രമല്ല 2 ഡിജിറ്റിന് വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. 2 ഡിജിറ്റിന് എങ്ങനെയാണ് ഇത് ബാധകമാവുന്നത് നോക്കാം. ഇപ്പോൾ 51ന്റെ സ്ക്വയർ ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. 51ന്റെ സ്ക്വയർ എങ്കിൽ നമുക്ക് 50 ബേസ് ആയിട്ട് എടുക്കാം. അപ്പോൾ 50 + 1 ആണല്ലോ 51. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 51ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് ബേസ് കിട്ടുന്നത്. അപ്പോൾ 51നോട് 1 കൂട്ടുക. 52 × 50 ബേസ് ചെയ്യുക. എത്രയായത്? 2600. 52 × 5 260. പിന്നെ 0 50ന്റെ 0 ഇതിൻ്റെ കൂടെ 1ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 2601. ഇതുപോലെ എല്ലാ സ്ക്വയേഴ്സും 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ കിട്ടും. ഒന്നുകിൽ 50 ബേസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 100 ബേസ് ആയിട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 64 ഒക്കെയാണ് നമ്പർ എങ്കിൽ നിങ്ങൾക്ക് 50 ബേസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും സൗകര്യം. അതേസമയം 87 ആണ് നമ്പർ എങ്കിൽ 100 ബേസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും സൗകര്യം. ഇതിന്റെ കാര്യത്തിൽ ഒരു കേസും കൂടി നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അതായത് 5 യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്ങനെയാണ് ഫാസ്റ്റർ ആയിട്ട് മൈൻഡിൽ തന്നെ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. 5ന്റെ സ്ക്വയർ 25 ആണ്. 15ന്റെ സ്ക്വയർ 225 ആണ്. 25ന്റെ സ്ക്വയർ 625 ആണ്. ഇത്രയൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പം ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഏത് നമ്പർ എത്ര വലിയ നമ്പർ ആണെങ്കിലും യൂണിറ്റ് പ്ലേസിൽ 5 ആണെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾ 15ന്റെ സ്ക്വയർ നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. പിന്നെ ഇപ്പുറത്ത് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 1 × അതിൻ്റെ നെക്സ്റ്റ് കൺസിക്യൂട്ടീവ് നമ്പർ. 1ന്റെ നെക്സ്റ്റ് കൺസിക്യൂട്ടീവ് നമ്പർ എത്രയാണ്? 2. ആ 2 ആയിരിക്കും ഇവിടെ വരുന്നത്. 1 × 2 2. ഇവിടെ നോക്കുക, ലാസ്റ്റ് 25 വരും. പിന്നെ വരുന്നത് ഈ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന 2 × അതിന്റെ നെക്സ്റ്റ് കൺസിക്യൂട്ടീവ് നമ്പർ. 2 × 3 എത്രയാണ്? 6 ആണ് ഇവിടെ വരുന്നത്. 2ന്റെ നെക്സ്റ്റ് കൺസിക്യൂട്ടീവ് നമ്പറായ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ പ്രോഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഇതേ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 85ന്റെ സ്ക്വയർ എത്രയാണെന്ന് നോക്കിയേ. 85ന്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം 25 എഴുതുക. പിന്നെ 8 × 9. 8ന്റെ നെക്സ്റ്റ് കൺസിക്യൂട്ടീവ് നമ്പറായ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 72 25. ഇതേപോലെ നമുക്ക് എല്ലാ നമ്പേഴ്സും യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്ക്വയേഴ്സ് കാണുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇപ്പം ഇല്ലസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് മൈൻഡിൽ തന്നെ വർക്കൗട്ട് ചെയ്യണം. കാരണം കാൽക്കുലേഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ 87ന്റെ സ്ക്വയർ നിങ്ങൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നിങ്ങൾ ചെയ്യേണ്ടത്? 87ന്റെ നിയറസ്റ്റ് ബേസ് ഏതാണെന്ന് നോക്കുക. 100 ആണ് ആ ബേസ്. 87നോട് 13 കൂട്ടുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ബേസ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര നമ്പർ ആഡ് ചെയ്തോ അതേ നമ്പർ കുറയ്ക്കുക. 87ന് 13 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 74 കിട്ടും. 74 × ബേസ് ചെയ്യുക. 74 × 100 7400. അതിൻ്റെ കൂടെ 13ന്റെ സ്ക്വയർ 169 ആഡ് ചെയ്യുക. 7529. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനത്തെ നമ്പേഴ്സ് കുറേ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 ഡിജിറ്റ് നമ്പർ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ കാര്യമാണ്. ഒരു 3 ഡിജിറ്റ് നമ്പർ 264 ആണ് സ്ക്വയർ ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. 264 ആകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 250 ബേസ് ആയിട്ട് എടുക്കാം. 200 എടുത്താലും 300 എടുത്താലും നമുക്ക് കാൽക്കുലേഷൻ അത്ര ഈസി ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സ്ക്വയേഴ്സ് നമ്മൾ 64ന്റെയും 36ന്റെയും ഒക്കെ സ്ക്വയർ അറിഞ്ഞിരിക്കണമല്ലോ. പക്ഷേ 264 എന്ന് പറയുന്ന നമ്പറിന് 250 ആണ് ബേസ് ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 264ൽ നിന്ന് 14 കുറയ്ക്കുമ്പോഴാണ് 250 കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ 14 നിങ്ങൾ 264 കൂടി കൂട്ടുക. 264 14 കൂട്ടുമ്പോഴത്തേക്കും 278 എന്ന് കിട്ടും. 278ന്റെ ബേസ് നമ്പറായ 250 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 250 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ 25 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു നമ്പറിനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 പ്രാവശ്യം ഹാഫ് ചെയ്താൽ മതി. 278ന്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും 139 വരും. 139ന്റെ ഹാഫ് 69.5 വരും. 69.5ന് എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6950 വരും. 250 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ 25ന്റെ മൾട്ടിപ്ലിക്കേഷനേ ആയിട്ടുള്ളൂ. ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 69500. അതിൻ്റെ കൂടെ 14ന്റെ സ്ക്വയറായ 196 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 69696 കിട്ടും. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ വലുതെന്ന് തോന്നുന്ന നമ്പേഴ്സ് പോലും നമുക്ക് ഈ ബേസിനോട് അടുപ്പിച്ചിട്ട് കാൽക്കുലേഷൻ വളരെ ഫാസ്റ്റർ ആക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക.
അടുത്തായിട്ട് നമ്മൾ ക്യൂബ്സ് എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് നോക്കാം. ക്യൂബ്സും ഈ പറഞ്ഞ പോലെ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ക്യൂബ്സ് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിനകത്ത് ധാരാളമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ അപ് ടു 20 വരെയുള്ള ക്യൂബ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതിന് മുകളിലോട്ടുള്ള 100 വരെയുള്ള ക്യൂബ്സ് എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് നോക്കാം. 34 എന്ന് പറയുന്ന നമ്പറിന്റെ ക്യൂബ് കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോർമൽ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ 34 × 34 × 34, അപ്പോൾ 34 × 34 ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു 4 ഡിജിറ്റ് നമ്പർ കിട്ടും. പിന്നെ ആ 4 ഡിജിറ്റിനെ 2 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 ക്യൂബ് കാണുന്നതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിന്റെ ക്യൂബ് എഴുതുക. അടുത്ത സ്റ്റെപ്പായിട്ട് ഇത് ഓരോ ബ്ലോക്ക് ആയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിന്റെ ക്യൂബ്. അടുത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിന്റെ സ്ക്വയർ ഇൻറ്റു വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പർ. അടുത്തത് ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പർ ഇൻറ്റു വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിന്റെ സ്ക്വയർ. അടുത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറിന്റെ ക്യൂബ്. ഇതൊക്കെ നമുക്ക് അറിയാം, ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാൽ മതി. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. 3 സ്ക്വയർ × 4 എന്ന് പറഞ്ഞാൽ 9 × 4 36 ആണ്. 3 × 4 സ്ക്വയർ 16 3 48 ആണ്. 4 ക്യൂബ് 64. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടുന്നത് ഈ ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും ഈ ലെഫ്റ്റ് എൻഡിലെ ടെൻസിന്റെ ക്യൂബും റൈറ്റ് എൻഡിലെ വൺസിന്റെ ക്യൂബും നമ്മൾ നിർത്തിക്കൊണ്ട് അത് അവിടെ അതേപോലെ നിർത്തിക്കൊണ്ട് 36ന്റെ ഡബിൾ ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് എഴുതുക. അതേപോലെ 48ന്റെ ഡബിൾ ചെയ്ത് 96 തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് എഴുതുക. ഇനി ഇതിനെ നമ്മൾ ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകതയായിട്ട് സാധാരണ പോലെയല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാ ബ്ലോക്കിലെയും വൺസിന്റെ പ്ലേസിന്റെ നമ്പർ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള നമ്പറുകൾ അടുത്തടുത്ത ബ്ലോക്കുകളിലേക്ക് കൊടുത്ത് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ 64ന്റെ 4 മാത്രം ഇവിടെ എഴുതുക, വൺസിന്റെ പ്ലേസിലുള്ള നമ്പർ. ഈ ഒരു പ്രത്യേക ബ്ലോക്കിന്റെ വൺസിന്റെ പ്ലേസിലുള്ള നമ്പർ അത് 4 ആണ്. 6 ഇപ്പുറത്തോട്ട് ക്യാരി ഓവർ ചെയ്യുക. 6 ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും 6 6 12 8 20. 20ന്റെ 0 ഇവിടെ എഴുതുക. 2 തൊട്ടിപ്പുറത്തോട്ട് കൊടുക്കുക. 2 4 2 6 9 6 15. 15ന്റെ 5 ഇവിടെ എഴുതിയിട്ട് 1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുകയല്ല ചെയ്യേണ്ടുന്നത്. 15 എന്ന് പറയുന്ന ആ ഒരു നമ്പറിനെ ഫുള്ള് നമ്മൾ ഇപ്പുറത്തെ ബ്ലോക്കിലോട്ട് കൊണ്ടുവരണം. നമ്മളിവിടെ ചെയ്തപ്പോഴത്തേക്കും ഈ 6നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 8 6 14 6 20ന്റെ 0 ഇവിടെ എഴുതി. 2 ബാലൻസ് ഉണ്ടായിരുന്നു. 4 2 6 9 6 15. 15നെ ഫുള്ള് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. 15 6 21 21 2 23ന്റെ 3 ഇവിടെ എഴുതി. ബാലൻസ് 2 ഉണ്ട്. ആ 2ഉം 7 3 10 2 12. 12 ആണ് ഇപ്പുറത്തെ 12ന്റെ 2 ഇവിടെ എഴുതുകയല്ല ചെയ്യുന്നത്. 12 ഫുള്ള് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. 12 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ കൂട്ടുമ്പോൾ 39 കിട്ടും. നമ്മുടെ 34ന്റെ ക്യൂബിന്റെ ആൻസർ എത്രയാണ്? 39,304. കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്. 3യുടെ ക്യൂബ് എഴുതുക, 3യുടെ സ്ക്വയർ × 4 ചെയ്യുക, 3 × 4 സ്ക്വയർ ചെയ്യുക, 4 ക്യൂബ് എഴുതുക. ഇത് 4 ഡിഫറെന്റ് ബ്ലോക്ക് ആയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് എഴുതുക. അതിനുശേഷം നടുക്ക് കിടക്കുന്ന നമ്പേഴ്സിന്റെ ഡബിൾ എഴുതുക. 36ന്റെ ഡബിൾ 72, 48ന്റെ ഡബിൾ 96. പിന്നെ ഇത് ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ഓരോ ബ്ലോക്കിൽ വൺസിന്റെ പ്ലേസ് മാത്രം കൊടുത്ത് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന നമ്പറിനെ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ, അതായത് ക്യൂബിന്റെ ആ നമ്പറിനോട് കൂടി ആഡ് ചെയ്ത് എഴുതുക. അത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്ത നമുക്ക് വേറെ നമ്പറിന്റെ ക്യൂബ് കാണാം. 17ന്റെ ക്യൂബ് എങ്ങനെയാണെന്ന് നോക്കാം. 17 ക്യൂബിന് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം 1 ക്യൂബ് എഴുതി, പിന്നെ ഓരോന്നൊന്ന് 1ന്റെ സ്ക്വയർ × 7 എഴുതി, പിന്നെ 1 × 7 സ്ക്വയർ 49 ആണത്. പിന്നെ 7ന്റെ ക്യൂബ് 343. ഇപ്പം ഈ ഒരു 1 ടെൻസിന്റെ പ്ലേസിൽ 1 വരുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഈ നമ്പേഴ്സ് കാണുവാണെങ്കിൽ അറിയാം നമ്മളിത് എങ്ങനെ എഴുതിയിരിക്കുന്നത്. 17നെ 1 7, പിന്നെ 7ന്റെ സ്ക്വയർ, പിന്നെ 7ന്റെ ക്യൂബ്, ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റൂള് തന്നെ ആണെങ്കിലും ഈ ടെൻസിന്റെ പ്ലേസിൽ 1 വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. ഇപ്പം 16ന്റെ ക്യൂബാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആദ്യം 1 എഴുതുക, പിന്നെ 6 എഴുതുക, പിന്നെ 6ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ 6ന്റെ ക്യൂബ് എഴുതുക. ഈ ഒരു രീതിയിൽ ആഡ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇപ്പം നമുക്കിത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഡബിൾ എടുക്കുക. ഇവിടെ 49ന്റെ ഡബിൾ 98 എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. 343 ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ. 34 ഇപ്പുറത്തോട്ട് വരും. 34 8 42 9 51, 5 ഇപ്പുറത്ത് വരും. 5 4 9 9 18. 18 മൊത്തത്തിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണ് ചെയ്യുന്നത്. 18 7 25 4 29ന്റെ 9 ഇവിടെ ഇട്ടു. 2 1 3 3 1 4 4913. നമ്മൾ ആഡ് ചെയ്തത് 3 ആദ്യം എഴുതി,
വൺസിന്റെ പ്ലേസ് ഈ ഓരോ ബ്ലോക്കിലെയും വൺസിന്റെ പ്ലേസ് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. ഇപ്പൊ 343യുടെ വൺസിന്റെ പ്ലേസിലെ നമ്പർ 3 ആണ്. 34 മൊത്തം നമ്മൾ ഇപ്പുറത്തെ ബ്ലോക്കിലോട്ട് കൊടുത്തു. 34 ഇപ്പുറത്തെ കൊടുക്കുമ്പോഴത്തേക്കും 34 9 43 8 51ന്റെ 1 അവിടെ എഴുതി. 5 ഇപ്പുറത്തോട്ട് ആഡ് ചെയ്തു. 5 4 9 9 18. 18 മൊത്തത്തിൽ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു, അല്ലാതെ 8 അവിടെ എഴുതുകയല്ല ചെയ്യുന്നത്. 18 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 18 വഴി 25 4 29. 2 ബാലൻസ് ഉണ്ടായിരുന്നു. 2 1 3. ആ 3 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാണ് ആഡ് ചെയ്തത്. 3 ഇപ്പുറത്തെ ബ്ലോക്കിൽ ആഡ് ചെയ്തത്. അതിപ്പം ഇപ്പുറത്തെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് നമ്മൾ ഫുൾ ആഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. 4913. ഇവിടെ നമ്മൾ 16ന്റെ ക്യൂബ് കാണുമ്പോൾ നമുക്ക് സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ടെൻസിന്റെ പ്ലേസിലെ നമ്പർ 1 ആണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, 1 6. അതായത് 16നെ 1 6 എഴുതി, പിന്നെ 6ന്റെ സ്ക്വയർ എഴുതി, പിന്നെ 6ന്റെ ക്യൂബ് എഴുതി. ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. 21 ഇപ്പുറത്തോട്ട് വരും. 21 6 27 2 29. 2 ഉണ്ട് ബാലൻസ്. 7 3 10 2 12. 12 6 18 2 20. 2 1 3 4. 4096. നമ്മൾ 17ന്റെ ക്യൂബ് ഇങ്ങനെയാണെന്ന് കണ്ടു. 16ന്റെ ക്യൂബ് നമ്മൾ എഴുതി. ഇനി നമ്മൾ 71ന്റെ ക്യൂബ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇത് തിരിച്ചിട്ടേക്കുന്നത് 17 എന്നുള്ളത് 71 ആണെന്ന് വിചാരിക്കുക. അപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മൾ 7ന്റെ ക്യൂബ് ആദ്യം എഴുതുക. 343 എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 7 7 49 × 1 49. അടുത്തത് 1 7 വരും. പിന്നെ ലാസ്റ്റ് 1ന്റെ ക്യൂബ്. ഇതും നമ്മൾ ഫസ്റ്റ് ആ പറഞ്ഞ റൂളിൽ തന്നെ എഴുതിയേക്കുന്നത്. പക്ഷേ ഇവിടെ വൺസിന്റെ പ്ലേസിൽ 1 ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡിൽ എഴുതാം. അതായത് തിരിച്ചിങ്ങോട്ട് എഴുതുക. 1 7 49 343. അതേപോലെ 61ന്റെ ക്യൂബ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം അവിടെ നിന്ന് എഴുതുക. 1 6 36 216. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഡബിൾ ഇവിടെ എഴുതുക, ഇതിന്റെ ഡബിൾ ഇവിടെ എഴുതുക, അതേപോലെ കൂട്ടുക. വൺസിന്റെ പ്ലേസിൽ 1 വരുമ്പോഴും ടെൻസിന്റെ പ്ലേസിൽ 1 വരുമ്പോഴും നമുക്ക് ഈ മെത്തേഡ് ചെയ്യാം. അതായത് നിങ്ങൾ എന്താ പറയുന്നത്, സ്ക്വയറും ക്യൂബും അതേ നമ്പറിനെ എഴുതുക, സ്ക്വയറും ക്യൂബും എഴുതുക. ഇവിടെ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എഴുതുന്നത്. 1 7 49 349. അതേപോലെ ഇവിടെ വൺസിന്റെ പ്ലേസിൽ 1 വരുന്ന സമയത്ത് നിങ്ങൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതുന്നത് ഓർത്താൽ മതി. 1 7 7ന്റെ സ്ക്വയർ 7ന്റെ ക്യൂബ്. ഇതന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്തത്. പക്ഷേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതി, ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതി. ഇത് നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു സ്പെഷ്യൽ കേസ് ആണ് 2 നമ്പറും സെയിം ആവുമ്പോൾ ഉള്ള കേസ്. ഇപ്പൊ 22ന്റെ ക്യൂബ് നോക്കുക. 22ന്റെ ക്യൂബ് നമ്മൾ ഇപ്പൊ പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 2 × 2. ആദ്യം നമ്മൾ 2ന്റെ ക്യൂബ് എഴുതി 8. പിന്നെ ചെയ്യുന്നത് ഇതിന്റെ സ്ക്വയർ 2 സ്ക്വയർ × 2. അതും 8 തന്നെയാണ്. അടുത്തത് 2 സ്ക്വയർ × 2. അവിടെയും 8 തന്നെയാണ്. പിന്നെ ലാസ്റ്റ് 2 ക്യൂബ് 8 തന്നെയാണ്, അല്ലേ? ഇത് ഏത് നമ്പറിനും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇപ്പൊ 33ന്റെ ക്യൂബാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ 27 27 27 ഇങ്ങനെ 4 തവണ എഴുതിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിൽ ആഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് 16, ഇവിടെയും 16 ആഡ് ചെയ്ത് കൊടുക്കുക. 16 തൊട്ട് 24 4 ഇവിടെ എഴുതി. 8 2 10 16. 1 ഉണ്ട്. 2 8 10 10 648. 22ന്റെ ക്യൂബ് 10 648. അതേപോലെ 33ന്റെ ക്യൂബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 27ന്റെ ഡബിൾ ഇവിടെ എഴുതുക, 27ന്റെ ഡബിൾ ഇവിടെ എഴുതുക. എന്നിട്ട് നമ്മൾ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്ക്വയർ റൂട്ട്സ് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഒരു പാറ്റേൺ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമുക്കറിയാം 1 സ്ക്വയർ 1 ആണ്. ഇത് നിങ്ങൾക്ക് അപ് ടു 10 വരെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതിനകത്ത് 1ന്റെ സ്ക്വയർ 1 ആണ്. അതേപോലെ 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. അതേപോലെ 9 സ്ക്വയർ നമുക്കറിയാം 81 ആണ്. 19ന്റെ സ്ക്വയർ ആണെങ്കിലോ 361. അപ്പൊ ഇതിനകത്തുള്ള ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ്, നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റിൽ 1 ആണെങ്കിൽ സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റും 1 ആയിരിക്കും. അതേപോലെ സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണെങ്കിലും സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. നമുക്ക് സ്ക്വയേഴ്സിന്റെയും സ്ക്വയർ റൂട്ട്സിന്റെയും ലാസ്റ്റ് ഡിജിറ്റിന്റെ പ്രത്യേകത നോക്കുക. ഇപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ടിലെ ലാസ്റ്റ് ഡിജിറ്റ് ആകാവുന്ന നമ്പേഴ്സ് 1ഉം പിന്നെ 9ഉം ആണ്, അല്ലേ? 1ഉം വരാം 9ഉം വരാം. ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് 2 വരത്തില്ല. 1 തൊട്ട് 10 വരെ വന്നിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു വലിയ നമ്പേഴ്സിനും 2 വരത്തില്ല. 2 എന്ന് പറയുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരത്തേയില്ല. 3യും വരത്തില്ല. പിന്നെ വരാവുന്നത് 4 ആണ്. ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ടിൽ വരാവുന്ന നമ്പേഴ്സ് 2ഉം 8ഉം ആണ്. പിന്നെ വരാവുന്ന നമ്പർ 5 ആണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. 5 ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് പ്ലേസിൽ 5 തന്നെ വരത്തുള്ളൂ. പിന്നെ 6 വരാം. 6 ആണ് യൂണിറ്റ് പ്ലേസിലെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ടിൽ
യൂണിറ്റ് പ്ലേസിൽ ഒന്നുകിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. കാരണം 4 4 16 6 36 ഇതിലേതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. പിന്നെ 7 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരത്തില്ല, 8 വരത്തില്ല, പിന്നെ 9 വരാം. 9 വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 3 ആയിരിക്കും അല്ലെങ്കിൽ 7 ആയിരിക്കും. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 7. പിന്നെ വരാവുന്ന നമ്പർ 0 ആണ്. 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ടിലും 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1 വന്നാൽ 1 വരാം അല്ലെങ്കിൽ 9 വരാം സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് പ്ലേസിൽ. അതേപോലെ തന്നെ 4 വന്നു കഴിഞ്ഞാൽ 2 വരാം അല്ലെങ്കിൽ 8 വരാം. പിന്നെ 6 വന്നു കഴിഞ്ഞാൽ 4 വരാം അല്ലെങ്കിൽ 6 വരാം. 9 ആണെങ്കിൽ 3 അല്ലെങ്കിൽ 7. ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ നമ്പേഴ്സിന്റെ എല്ലാം സ്ക്വയർ റൂട്ട്സ് കാണാൻ പറ്റും. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾസ് നോക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 5929 5929ന്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടുന്നത് നമ്മുടെ ഗിവൺ നമ്പറിനെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുക. അതായത് ഏറ്റവും ലാസ്റ്റത്തെ 2 പ്ലേസ് കഴിഞ്ഞിട്ട് ഒരു കോമോ. 5929 ആദ്യം എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ നിന്ന് 2 നമ്പർ മാറ്റിയിട്ട് ഒരു കോമോ എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് പ്ലേസ് നോക്കുക. ലാസ്റ്റ് പ്ലേസ് 9 ആണ്. അപ്പോൾ 9 ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു 9 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് പ്ലേസിൽ ഒന്നുകിൽ 3 വരും അല്ലെങ്കിൽ 7 വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് അല്ലെങ്കിൽ 7 ആണ്. പിന്നെ നമുക്ക് ടെൻസിന്റെ പ്ലേസിലെ നമ്പർ കാണാം. ടെൻസിന്റെ പ്ലേസിലെ നമ്പർ കാണണമെങ്കിൽ നിങ്ങൾ ഈ 59ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. 59ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ എത്രയാ? 7 അല്ലേ? 49 അല്ലേ? 49 ആണ്. കാരണം 8 ആകുമ്പോഴത്തേക്കും 64 ആവും. അത് 59നേക്കാൾ മുകളിലാണ്. അപ്പം 49 ആണ് 59ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ. അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 7 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 73 അല്ലെങ്കിൽ 77. ഇനി 73 ആണോ 77 ആണോ നമ്മുടെ ആൻസർ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ കിട്ടിയ സ്ക്വയർ റൂട്ട് ടെൻസിന്റെ പ്ലേസിൽ കിട്ടിയ നമ്പറിന്റെ നെക്സ്റ്റ് കൺസിക്യൂട്ടീവ് നമ്പർ, അതായത് 7ന്റെ നെക്സ്റ്റ് കൺസിക്യൂട്ടീവ് നമ്പർ എത്രയാ? 8. അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അതിന്റെ ആൻസർ എത്ര കിട്ടി? 56 എന്ന് കിട്ടി. ഈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന നമ്പറിനെയും നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിനെയും കൂടെ കമ്പയർ ചെയ്യാം. അപ്പം നമ്മുടെ 59 എന്ന് പറയുന്ന നമ്പർ ഗ്രേറ്റർ ദാൻ 56 ആണല്ലോ. പ്രോഡക്റ്റിനേക്കാൾ വലുതാണല്ലോ നമുക്ക് ഈ ഗിവൺ നമ്പറിന്റെ ഫസ്റ്റ് പാർട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ നമ്പർ എടുക്കാം. അതായത് നമ്മുടെ ആൻസർ 77 ആയിരിക്കും. പ്രോഡക്റ്റിനെയും ഗിവൺ നമ്പറിന്റെ ഫസ്റ്റ് പാർട്ടിനെയും കൂടെ കമ്പയർ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഈ പ്രോഡക്റ്റിനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് വലിയ നമ്പർ ചൂസ് ചെയ്യാം. നമ്മുടെ ആൻസർ 79 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 77 ആയിരിക്കും. ഇനി നമുക്ക് ഇതേ കേസിൽ തന്നെ ഞാൻ മറ്റേ പേരാണ് എടുത്തേക്കുന്നത്. 5329ന്റെ സ്ക്വയർ റൂട്ട് കാണാൻ നോക്കുക. അയ്യായിരത്തി 329ന്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ നിന്ന് 2 പ്ലേസ് മാറ്റിയിട്ട് കോമോ എടുക്കുക. അപ്പം 29 9 ആണ് ലാസ്റ്റ് പ്ലേസിൽ. അപ്പം നമ്മുടെ സ്ക്വയർ റൂട്ടിൽ 3 അല്ലെങ്കിൽ 7 വരാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 53നെ നേരത്തെ പോലെ തന്നെ കമ്പയർ ചെയ്യുക. ഇതിന്റെയും നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ 49 തന്നെയാണ്. അപ്പോൾ 7 × 8 നോക്കുക. 7 × 8 അതെത്രയാണ്? 56. ഈ 56 എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിനായിട്ട് കമ്പയർ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് പാർട്ടിനെയും ഈ പ്രോഡക്റ്റിനെയും കൂടെ കമ്പയർ ചെയ്യുക. അതായത് 53യെ 56നെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 53 ലെസ് ദാൻ 56 അല്ലേ കിട്ടുന്നത്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് വലുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ നമ്പർ വേണം ചൂസ് ചെയ്യാൻ. അതായത് ഗിവൺ നമ്പർ ഗിവൺ നമ്പറിന്റെ ഫസ്റ്റ് പാർട്ട് ചെറുതാണെങ്കിൽ നമുക്ക് ചെറിയ നമ്പർ വേണം ചൂസ് ചെയ്യാൻ. അപ്പം നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 73 ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9025ന്റെ സ്ക്വയർ റൂട്ട് ആണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് 2 നമ്പർ മാറ്റിയിട്ട് പ്ലേസ് ചെയ്യുക. 90 25 ആകുമ്പോഴത്തേക്കും 25 കഴിഞ്ഞിട്ട് ഒരു കോമോ എടുക്കുക. അപ്പം നമുക്കറിയാം ഈ 5 ആണ് സ്ക്വയറിന്റെ ലാസ്റ്റ് പ്ലേസിൽ 5 ആണെങ്കിൽ അതിന്റെ ആൻസറിന്റെ ലാസ്റ്റ് പ്ലേസിൽ സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് പ്ലേസിൽ 5 വരത്തുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? ഫസ്റ്റ് പാർട്ടിനെ കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ 2 ചോയ്സ് ഇല്ലല്ലോ. 5 മാത്രമല്ലേ ലാസ്റ്റ് പ്ലേസിൽ വരത്തുള്ളൂ. അപ്പം 90ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ നോക്കിയാൽ മതി. അത് എത്രയാണ്? 9 × 9 81 അല്ലേ? അപ്പം 9 ആണ് നമ്മുടെ ആൻസർ. 95 ആണ് നമ്മുടെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 15129. ആ നമ്പറിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പ്ലേസ് മാറ്റിയിട്ട് കോമ ഇടുക. 9 ആണ് ലാസ്റ്റ് പ്ലേസിൽ വന്നേക്കുന്നത്. അപ്പം നമ്മുടെ ആൻസറിൽ ഒന്നുകിൽ 3 വരും അല്ലെങ്കിൽ 7 വരും. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ 151ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ നോക്കുക. 151ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 12 ആണ്. 144 ആണ്. 13 ആകുമ്പോഴത്തേക്ക് 169 വരും. ഇപ്പം 12ന്റെ സ്ക്വയർ 169 ആണ്. 144
344 ഇതിന്റെ തൊട്ട് താഴെ വരുന്ന സ്ക്വയർ. അപ്പം നമുക്കറിയാം 123 അല്ലെങ്കിൽ 127. നമ്മുടെ ആൻസർ എന്താണ്? ഒന്നുകിൽ 123 അല്ലെങ്കിൽ 127. അപ്പം രണ്ടിൽ ഏതാണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 12 × 13 ചെയ്യാം. എത്രയാണ്? 156 എന്ന് വരും. അപ്പോൾ ഈ 156നെ നമ്മൾ ഈ 151 കമ്പയർ ചെയ്യുക. 151 ലെസ് ദാൻ 156 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ നമ്പർ എടുക്കുക. നിങ്ങൾ 12 ഇവിടെ വരുന്നതെന്ന് കണ്ടുപിടിച്ചു. അപ്പം 12ന്റെ നെക്സ്റ്റ് ഡിജിറ്റ് ആയ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 156 എന്ന് കിട്ടി. പിന്നെ നമ്മൾ ഈ പ്രോഡക്റ്റിനെ ഈ പാർട്ടിനെയും കൂടെ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ 151 ലെസ് ദാൻ 156 എന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെറിയ നമ്പർ ചൂസ് ചെയ്യും. 123 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത നമ്പർ നോക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 35,721. 35,721നെ ഇതേപോലെ തന്നെ റൈറ്റിൽ നിന്ന് രണ്ട് സൈഡ് രണ്ട് ഡിജിറ്റ് മാറ്റിയിട്ട് നമ്മൾ കോമോ എടുത്തു. അപ്പോൾ 21 വന്നു. നമ്മുടെ ആൻസറിൽ ഒന്നുകിൽ 1 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ 9 ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 357ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ നോക്കുക. അതെത്രയാണ്? 18ന്റെ സ്ക്വയർ 324. അപ് ടു 30 വരെയുള്ള സ്ക്വയേഴ്സ് ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. 30 വരെ കമ്പൽസറി ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവർ പഠിച്ചിരിക്കണം. അപ്പോൾ 18ന്റെ സ്ക്വയർ ആണ് 324. 19 ആണെങ്കിൽ 361 വരും. അതുകൊണ്ട് നമ്മൾ 18 ആണ് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ആൻസർ 181 അല്ലെങ്കിൽ 189. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 18 × 19 നോക്കുക. 18 × 19 എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പറഞ്ഞിരുന്നു, ഇങ്ങനത്തെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 18നെ 20 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 18 കുറച്ചാൽ മതിയല്ലോ. എന്ന് പറയുമ്പോൾ 342 ആണ്. പിന്നെ നമ്മൾ ഈ 357നെ 342നെ കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. 357 ഈസ് ഗ്രേറ്റർ ദാൻ 342. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? 189 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട്സ് കാണാനാണ് പഠിച്ചത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട്സ് കാണാൻ. കാരണം പെർഫെക്റ്റ് സ്ക്വയർ എന്ന് എടുത്തു പറയാൻ കാര്യം, ഈ നമ്പർ ഇപ്പം നമ്മൾ പഠിച്ച മെത്തേഡ് പെർഫെക്റ്റ് സ്കോർ അല്ലാത്തൊരു നമ്പറാണ് എടുക്കുന്നതെങ്കിലും നമുക്ക് ആൻസർ കിട്ടും. സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ ഡിവിഷൻ മെത്തേഡോ അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്കോർ അല്ലാത്തൊരു നമ്പറിന് ആൻസർ കിട്ടത്തില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ആൻസർ കിട്ടും. കാരണം നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിനെ ആ ഒരു പാറ്റേണിനെ ഫോളോ ചെയ്തിട്ട് മാത്രമുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പെർഫെക്റ്റ് സ്ക്വയർസും പെർഫെക്റ്റ് ക്യൂബ്സും മാത്രമേ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും ഒക്കെ കാണാനായിട്ട് ചോദിക്കത്തുള്ളൂ. അല്ലാത്ത സ്കൂളിലെ പോലെ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണേ കാണുക എന്നുള്ള രീതിയിലല്ലല്ലോ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇനി നമുക്ക് ക്യൂബ് റൂട്ട്സ് കാണാം. ക്യൂബ് റൂട്ട്സ് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ പോലെ 1 to 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ യൂണിറ്റ് പ്ലേസിനെ അനലൈസ് ചെയ്ത് നമ്മൾ സ്ക്വയർ റൂട്ട്സിന് ചെയ്ത പോലെ തന്നെ യൂണിറ്റ് പ്ലേസിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളും ക്യൂബ് റൂട്ട്സും കാണുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ക്യൂബിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ 1 ആണെങ്കിൽ, ഒരു ക്യൂബിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ 1 ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ടിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ 1 ആയിരിക്കും അല്ലേ? 1ന്റെ ക്യൂബാണ് 1. അപ്പം നമുക്ക് ക്യൂബ് റൂട്ടിൻ്റെ ലാസ്റ്റ് പ്ലേസ് 1 ആയിരിക്കും എന്ന് പറയാം. പിന്നെ 2 എന്ന് പറയുന്ന നമ്പർ ലാസ്റ്റ് പ്ലേസിൽ വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് ക്യൂബിൻ്റെ 2 എന്ന് പറയുന്ന നമ്പറാണ് അതിൻ്റെ ലാസ്റ്റ് പ്ലേസിലെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ടിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ എത്ര വരും? 8 വരും. ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും വലിയ നമ്പേഴ്സിനെ ഫോളോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ 8ന്റെ ക്യൂബാണ് 512. ഇപ്പോൾ 18 × 18 × 18 കാണുക. അപ്പോൾ നമ്മൾ 8 64, 64 8 512 ആ രണ്ട് തന്നെയല്ലേ വരത്തുള്ളൂ ലാസ്റ്റ് പ്ലേസിൽ. അപ്പോൾ എത്ര വലിയ നമ്പേഴ്സ് പറഞ്ഞാലും ഇതേ പാറ്റേൺ തന്നെയാണ് ലാസ്റ്റ് പ്ലേസിന് വരുന്നത്. നമ്മൾ അത് വെച്ചിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ക്യൂബിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ 1 ആണെങ്കിൽ ക്യൂബ് റൂട്ടിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ 1 ആയിരിക്കും. ക്യൂബിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ 2 ആണെങ്കിൽ ക്യൂബ് റൂട്ടിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ 8 ആയിരിക്കും. ക്യൂബിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ 3 ആണെങ്കിൽ ക്യൂബ് റൂട്ടിൻ്റെ ലാസ്റ്റ് പ്ലേസിൽ 7 ആയിരിക്കും. 4 ആണെങ്കിൽ നോക്കുക, 4 ആണെങ്കിൽ എത്രയാണ്? 4 തന്നെ ആയിരിക്കും. കാരണം 4ന്റെ ക്യൂബാണല്ലോ 64. അപ്പം 64 എന്ന് പറയുന്ന നമ്പറിൻ്റെ ക്യൂബ് റൂട്ടിലെ നമ്പറും ക്യൂബിലെ നമ്പറും 4 തന്നെയല്ലേ? അപ്പോൾ 5 നോക്കുക, 5 ആണെങ്കിൽ 5 തന്നെ ആയിരിക്കും. 6 ആണെങ്കിൽ 6 തന്നെ ആയിരിക്കും. 7 ആണെങ്കിൽ നമുക്ക് 7 തന്നെ 3 വരുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ടിൽ 3 ആയിരിക്കും. പിന്നെ 8 നോക്കുക, 8 ആണെന്നുണ്ടെങ്കിലോ 2 ആയിരിക്കും. പിന്നെ 9 നോക്കുക, 9 വരുമ്പം അതിൻ്റെ ക്യൂബ് റൂട്ടിലും 9 തന്നെ ആയിരിക്കും. പിന്നെ 0 ആണ് വരുന്നത്, 0 ആണെങ്കിൽ 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനുള്ള പാറ്റേൺ നിങ്ങൾ ആദ്യം നോക്കുക. 1 ആണെങ്കിൽ 1 തന്നെ, 4 ആണെങ്കിൽ 4 തന്നെ, 6 ആണെങ്കിൽ 6 തന്നെ, 5 ആണെങ്കിൽ 5 തന്നെ, 9 ആണെങ്കിൽ 9 തന്നെ, 0 ആണെങ്കിൽ 0 തന്നെ. ഈ ഒരു പാറ്റേണിലാണല്ലോ പോകുന്നത്. അപ്പം ഇതിനകത്ത് മാറ്റം വന്നേക്കുന്നത് 2 8 ആകും അല്ലേ? 2 8 ആകും.
3 7 ആകും. ഇത് തന്നെ തിരിച്ചു 7 ആണെങ്കിൽ 3 ആകും, 8 ആണെങ്കിൽ 2 ആകും. ഈ ഒരു കാര്യം മാത്രം, ഈ 2 3 7 8 മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്കറിയാം, 1 ആണെങ്കിൽ 1, 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5 അങ്ങനെ. അപ്പോൾ നിങ്ങളൊരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് കാണുന്ന സമയത്ത് ഈ ഒരു പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. 79,507 ക്യൂബിക് റൂട്ട് കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്നത്, നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടപ്പോൾ 2 ഡിജിറ്റ് മാറ്റിയിട്ട് കോമ കൊടുത്തില്ലേ, അതിന് പകരം ക്യൂബ് റൂട്ട് കാണുന്ന സമയത്ത് നമ്മൾ 3 പ്ലേസ് മാറ്റിയിട്ട് വേണം ഒരു കോമ കൊടുക്കാൻ. ഈ ലാസ്റ്റ് പ്ലേസിൽ നമുക്ക് ഒരൊറ്റ ഉപയോഗമേ ഉള്ളൂ. ലാസ്റ്റ് നമ്മുടെ ക്യൂബിക് റൂട്ടിന്റെ ലാസ്റ്റ് പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ലാസ്റ്റ് പാർട്ട് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് പാർട്ടിൽ തന്നെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ പ്രകാരം ഒരു ക്യൂബിന്റെ ലാസ്റ്റ് പ്ലേസിൽ 7 ആണെങ്കിൽ അതിന്റെ ക്യൂബ് റൂട്ടിൽ എത്ര വരും? 3 വരും. നമുക്കറിയാം 3യുടെ ക്യൂബ് ആണല്ലോ 27. 3യുടെ ക്യൂബാണ് 27. അപ്പം നമ്മുടെ ലാസ്റ്റ് പ്ലേസിൽ 7 ആണെന്നുണ്ടെങ്കിൽ, ക്യൂബിന്റെ ലാസ്റ്റ് പ്ലേസിൽ 7 ആണെന്നുണ്ടെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് പ്ലേസിൽ 3 വരും. അപ്പൊ നമുക്ക് ഈ 507 എന്ന് പറയുന്ന ഈ ലാസ്റ്റ് പാർട്ടിന്റെ ഉപയോഗം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് 79 എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് എടുക്കുക. ഫസ്റ്റ് പാർട്ടിന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് നോക്കുക. 79ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 64 ആണ് 79ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ്. കാരണം 125 ആകുമ്പോഴത്തേക്കും 79ന്റെ എബോവ് ആയി പോകും. 64 ആണ് നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ്. അതിന്റെ ക്യൂബ് റൂട്ട് എത്രയാണെന്ന് നോക്കുക. 4 അല്ലേ? 43. അപ്പം നമ്മുടെ ആൻസർ 43 ആണ്. ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങളൊരു ഗിവൺ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ 2 പാർട്ടാക്കുക. റൈറ്റ് സൈഡിൽ നിന്ന് 3 പ്ലേസ് മാറ്റിയിട്ട് ഒരു ബ്ലോക്ക് ആക്കുക. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് പ്ലേസ് നോക്കുക. ലാസ്റ്റ് പ്ലേസ് നമ്മൾ നോക്കി, ഇവിടെ 7 ആയിരുന്നു. 7 ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് പ്ലേസിൽ 3 വരണം. പിന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ടിന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് നോക്കുക. 79ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് 64 ആണ്. അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുക. 4 ആണ് അതിന്റെ ക്യൂബ് റൂട്ട്. അപ്പം നമ്മുടെ ആൻസർ 43 ആയിരിക്കും. നമുക്ക് 1-2 എക്സാമ്പിൾസും കൂടി നോക്കാം. 9,12,673. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ക്യൂബ് റൂട്ട് ആണ് കാണേണ്ടുന്നത്. ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് 3 പ്ലേസ് മാറ്റിയിട്ടൊരു കോമ എടുക്കുക. പിന്നെ നമ്മൾ ഈ ബ്ലോക്കിന്റെ ലാസ്റ്റ് പ്ലേസ് നോക്കുക. 3 ആണ് ലാസ്റ്റ് പ്ലേസ്. അപ്പം നമ്മുടെ ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് പ്ലേസിൽ എന്ത് വരും? 7 വരും അല്ലേ? 3 ആണെങ്കിൽ 7 വരും. ഇനി നിങ്ങൾ നോക്കേണ്ടത് 912ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ്. നമുക്കറിയാം 912ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുമ്പോൾ 1000 ആണെങ്കിൽ വലുതായി പോയി അല്ലേ? അപ്പോൾ 9ന്റെ ആണെങ്കിൽ 729 വരും. 9 ക്യൂബ് 729. അപ്പം നമ്മുടെ ആൻസർ 97 ആണ്. 912ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് 729 ആണ്. 729ന്റെ ക്യൂബ് റൂട്ട് 9. ആ 9 ആണ് നമ്മുടെ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന നമ്പർ. നമ്മുടെ ആൻസർ 97 ആണ്. ഇനി ഇത് നോക്കുക. ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 പ്ലേസ് മാറ്റിയിട്ട് കോമ കൊടുക്കുക. 421 ആണ് ഫസ്റ്റ് പ്ലേസിൽ വരുന്നത്. ലാസ്റ്റ് പ്ലേസിൽ 5 ആണ് യൂണിറ്റ് പ്ലേസിൽ. അപ്പം നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസിൽ 5 ആയിരിക്കും. പിന്നെ 421ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് നോക്കുക. 421ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് എത്രയാണ്? 343 അല്ലേ? 7ന്റെ ക്യൂബാണ് 343. 8ന്റെ ക്യൂബ് ആകുമ്പോഴത്തേക്കും 512 ആവും. അത് വലുതാണ്. അപ്പം നമ്മൾ 7 ആണ് എടുക്കേണ്ടത്. അപ്പം നമ്മുടെ ആൻസർ 75 ആണ്. 343 ആണ് 421ന്റെ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ്. അതുകൊണ്ടാണ് നമ്മൾ 7 എടുത്തത്. അടുത്ത നോക്കുക. 262 144. അപ്പം നമുക്ക് ലാസ്റ്റ് പ്ലേസ് 3 ഡിജിറ്റ് മാറ്റിയിട്ട് കോമ കൊടുക്കുക. 144ന്റെ ലാസ്റ്റ് പ്ലേസ് 4 ആണ് വരുന്നത്. 4 ആകുമ്പോഴത്തേക്കും നമുക്കറിയാം ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് പ്ലേസിൽ 4 തന്നെ വരത്തുള്ളൂ. കാരണം 4ന്റെ ക്യൂബ് 64ന്റെ 4 തന്നെയാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ നമ്പേഴ്സിന്റെ എല്ലാം സെയിം നമ്പർ തന്നെ ആയിരിക്കും. 262 144ന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 4 ആണ്. അപ്പോൾ അതിന്റെ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 4 തന്നെ ആയിരിക്കും. പിന്നെ 262ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് നോക്കുക. 262ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും 6ന്റെ 216 അല്ലേ? 6 216 ആണല്ലോ. 262ന്റെ തൊട്ട് താഴെ വരുന്നത് 6 ആണ്. 216 ആണ് 262ന്റെ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ്. കാരണം 7 ആകുമ്പോഴത്തേക്കും 343 ആവും. 6 ആണെങ്കിൽ 216. അപ്പോൾ 262നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 64 ആയിരിക്കും. അടുത്തത് നോക്കുക. ഇവിടെ നമ്മുടെ ലാസ്റ്റ് 140 608 608 ആണ് ലാസ്റ്റ് പാർട്ട്. 608ന്റെ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 8 ആണ്. 8 വരുന്ന സമയത്ത് നമ്മുടെ ആൻസറിന്റെ ക്യൂബ് റൂട്ടിന്റെ ലാസ്റ്റ് പ്ലേസ് 2 ആണ് വരേണ്ടത് അല്ലേ? 8 ആകുമ്പോൾ 2. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 8 ആണെങ്കിൽ 2, 2 ആണെങ്കിൽ 8. ഈ 4 എണ്ണം മാത്രമേ ഇങ്ങനെ വരത്തുള്ളൂ. ബാക്കിയെല്ലാം സെയിം നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ 8 വരുമ്പോഴത്തേക്ക് 2 വരും ലാസ്റ്റ് പ്ലേസിൽ. പിന്നെ നമുക്ക് 140ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ് 6 ആകുമ്പോഴത്തേക്ക് 216 ആവും. 5 ആണ് 140ന്റെ നിയറസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ 52 ആണ്. ഇതിന്റെ ക്യൂബ് റൂട്ട് 52.
ഓക്കെ. അപ്പോൾ നമ്മൾ സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ട്സും ക്യൂബ് റൂട്ട്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം നന്നായിട്ട് തറവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. സ്വയം ചെയ്ത് നോക്കുക, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക്സ് ഓൾമോസ്റ്റ് എല്ലാം കവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ് മുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിനകത്തുനിന്നും കുറേ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യേണ്ടുന്ന കുറേ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാം. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ തറവായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഫാസ്റ്ററായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ബേസിക്സ് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഈ തൊട്ട് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ പാർട്ട് 1 പാർട്ട് 2 വീഡിയോസും കൂടെ കണ്ടു നോക്കുക. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എല്ലാ ക്ലാസ്സസും കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. See you all in the next class.